For the last 30 years, Ansaruddin has been cultivating shrimps in these picturesque ponds fringed by coconut trees. The Kollam district's Adichanallur Panchayat is home to this lovely place where a variety of fishes cultivated by Ansaruddin. He is also a beneficiary of ADAK's Vanami Shrimp Project as an agency of the Fisheries Department. He is an excellent shrimp farmer in large part due to his wealth of experience in shrimp farming and the ability to adopt innovative farming techniques. ഫിഷറീസ് വകുപ്പ് നമ്മളെ കൊല്ലം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്തുള്ള സേവനങ്ങളെല്ലാം തരുന്നുണ്ട്. പിന്നെ നമ്മൾ വിളിച്ചാൽ ഉടനെ അവർ അന്വേഷിക്കാൻ വരും. എല്ലാ കാര്യങ്ങളും അവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. എല്ലാം നല്ല സഹകരണമാണ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കൃഷി കൊണ്ടുപോകുന്നത്. Ansaruddin is doing scientific Vanami shrimp farming on 2 hectares of leased land. High protein food and probiotics are provided for fishes in the aerated pond. After 80 days of hatching, shrimps that weigh 15 grams on average can be harvested. ഇപ്രാവശ്യം വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങൾ നമ്മളെ വർക്കല കോടയം ഗവൺമെൻറ് ഹാച്ചറിയിൽ നിന്ന് കിട്ടി. ഫെബ്രുവരി 15-ാം തീയതി 3 ലക്ഷം കുഞ്ഞുങ്ങളെ ഇട്ടു. തീറ്റ കൊടുത്ത് വന്ന് നല്ല രീതിയിൽ വളർത്തി വന്നു. 89-ാം ദിവസം ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്തു. അത് 4230 കിലോ പിടിച്ച് കമ്പനിക്ക് കൊടുത്തു. 105-ാം ദിവസം ഹാർവെസ്റ്റ് ചെയ്തു. ഇത് 3550 കിലോ കിട്ടി. അത് 35 കൗണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാലൻസ് ആണ് കിടക്കുന്നത്. ഒരു 10-2000 കിലോ ഇനി ഉണ്ട്. അതിപ്പോൾ 25 കൗണ്ടായി കഴിഞ്ഞു. The Fisheries Department of the Government of Kerala works in tandem with the farm's management. The continuous cooperation and coordination of the department is behind the success of the farm. The routine inspections conducted under the Fisheries Department helps in disease control. Being a skilled prawn farmer, Ansaruddin keeps farming by sharing his experience to others. എല്ലാം ഇത് തന്നെ. ഞാൻ പകൽ വീട്ടിൽ പോകും, രാത്രി ഇവിടെ കിടക്കും. കാവൽക്കാരനും കൂടെ എൻ്റെ ഇവിടെ 2 അതിഥി തൊഴിലാളികളുണ്ട്. അവർ 2 പേർക്ക് കൂടെ ഒരു വർഷം ഒരു 6 ലക്ഷത്തോളം രൂപ ശമ്പളം കൊടുക്കണം. 2 പേർക്ക് അവർ ഫുഡ് ഉൾപ്പെടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ശ്രദ്ധിക്കണം ഇതിന്. രാത്രി കാലങ്ങളിലാണ് നമുക്കിതിനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. പകൽ കുഴപ്പമില്ല.